സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ്ഫുൾ ട്രേഡർ ആകാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ലാണ് മാർക്കറ്റ് സ്ട്രക്ചർ മനസ്സിലാക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം സെക്കൻഡ് സ്റ്റെപ്പാണ്. ആദ്യം മാർക്കറ്റ് സ്ട്രക്ചർ മനസ്സിലാക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ചാർട്ടിന്റെ സ്റ്റോറി വായിക്കാനാവൂ. മാർക്കറ്റ് സ്ട്രക്ചർ എന്താണ്? സിമ്പിളായി പറഞ്ഞാൽ മാർക്കറ്റ് സ്ട്രക്ചർ എന്നത് മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന പാറ്റേൺ ആണ്. മാർക്കറ്റ് എപ്പോഴും 3 രീതിയിലാണ് നീങ്ങുന്നത്: അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ് ആൻഡ് സൈഡ് വേസ്. അപ് ട്രെൻഡിൽ പ്രൈസ് കണ്ടിന്യൂസ്ലി ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസിൽ ഉണ്ടാകും. ഡൗൺ ട്രെൻഡിൽ ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ്. സൈഡ് വേസിൽ പ്രൈസ് റേഞ്ചിലാണ് കിടക്കുക. ക്ലിയർ ഡയറക്ഷൻ ഇല്ല. സ്ട്രക്ചർ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് പ്രൈസ് സ്ട്രക്ചർ ഹയർ ഹൈ ആണോ അതോ ലോവർ ലോ ആണോ എന്നാണ്. ഫോർ എക്സാമ്പിൾ, പ്രൈസ് 100 മുതൽ 120, പിന്നെ റീട്രേസ് ചെയ്ത് 110, പിന്നെ 130 ആയി പോയി. അതായത് മാർക്കറ്റ് ഹയർ ഹൈയും ഹയർ ലോയും ഉണ്ടാക്കുന്നു. അതെന്താണെന്നറിയാമോ? അതിനെയാണ് പറയുന്നത് അപ് ട്രെൻഡ്. അതുപോലെ 200, 180, 170 എന്ന പോലെ പോയാൽ ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ് ആണ്, അതായത് ഡൗൺ ട്രെൻഡ്. ഇതെല്ലാം മനസ്സിലാക്കിയാൽ സപ്പോർട്ട് റെസിസ്റ്റന്റ് ബ്രേക്ക് ആകുമ്പോൾ ട്രെൻഡ് ചേഞ്ച് ആകുന്ന സമയവും നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാം. സ്ട്രക്ചർ ബ്രേക്ക് എന്താണ്? സ്ട്രക്ചർ ബ്രേക്ക് ആണ് ട്രെൻഡ് ചേഞ്ച് കാണിക്കുന്ന പ്രധാന സിഗ്നൽ. അപ് ട്രെൻഡിൽ ഹയർ ലോ ബ്രേക്ക് ആകുമ്പോൾ ട്രെൻഡ് റിവേഴ്സ് ആകാൻ സാധ്യതയുണ്ട്. ഡൗൺ ട്രെൻഡിൽ ലോവർ ഹൈ ബ്രേക്ക് ആകുമ്പോൾ മാർക്കറ്റ് ബുള്ളിഷ് ആകാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കാൻ കാൻഡിൽസ് ആണ് നോക്കേണ്ടത്, ഇൻഡിക്കേറ്റേഴ്സ് അല്ല. സോ നെക്സ്റ്റ് ടൈം ചാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് നോക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ഹയർ ഹൈ ആണോ ലോവർ ലോ ആണോ എന്നതാണ് നോക്കേണ്ടത്. അതായത് മാർക്കറ്റ് സ്ട്രക്ചർ മാർക്കറ്റിന്റെ സ്കെലിട്ടൺ ആണ്. ഇത് പഠിച്ചാൽ ട്രെൻഡ് ചേഞ്ച് ടൈമിൽ എൻട്രി എക്സിറ്റ് എടുക്കുന്നത് ഈസി ആകും. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു ട്രേഡിംഗ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.